നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. എന്താണ് കോൺസ്പിരസി തിയറി? ഇന്നത്തെ റിയൽ സ്റ്റോറിയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഒരു പ്രധാന സംഭവത്തിന് പിന്നിൽ രഹസ്യമായ ഒരു കൂട്ടം ആളുകൾ, സർക്കാർ, സംഘടന, മുതലാളിമാർ തുടങ്ങിയവർ ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ള വിശ്വാസമാണ് കോൺസ്പിരസി തിയറി അഥവാ ഗൂഢാലോചന സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. സാധാരണയായി ഔദ്യോഗികമായി അംഗീകരിച്ച വിശദീകരണം നിഷേധിക്കുകയും തെളിവുകൾ ഇല്ലാത്തതോ പരിമിതമായ തെളിവുകൾ ഉപയോഗിച്ചോ ഈ തിയറികൾ പ്രചരിപ്പിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, ചന്ദ്രനിലേക്കുള്ള യാത്ര ഉണ്ടായിട്ടില്ല, വലിയ രോഗങ്ങൾ മനഃപൂർവ്വം പടർത്തുന്നു തുടങ്ങിയവ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. സാധാരണമായ വിശദീകരണങ്ങളെക്കാൾ ഗൂഢാലോചനപരമായ സിദ്ധാന്തങ്ങൾക്കാണ് ഇവർ മുൻഗണന നൽകുന്നത്. ചില കാര്യങ്ങൾ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരു ഗൂഢാലോചനയെ എതിർക്കുന്ന തെളിവുകളെ പോലും ഗൂഢാലോചനയുടെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അതുകൊണ്ട് തെളിവുകളില്ലാത്തത് പോലും ഗൂഢാലോചനയുടെ തെളിവായി ഇവർ കാണുന്നു. ഗൂഢാലോചന നടത്തുന്നവരുടെ ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും ദോഷകരവും അപകടകരമാണെന്നും ഇവർ അനുമാനിക്കുന്നു. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ഒരേ സമയം ഉൾക്കൊള്ളുന്നവയായിരിക്കും. ഔദ്യോഗിക ഭാഷ്യത്തെ എതിർക്കുന്നതിലാണ് ഇവരുടെ പ്രധാന ശ്രദ്ധ. ഔദ്യോഗിക വിവരങ്ങളെയും സ്ഥാപനങ്ങളെയും അവിശ്വസിക്കുക എന്നതും ഇവരുടെ ഒരു പ്രധാന സ്വഭാവമാണ്. ഉദാഹരണത്തിന്, ചന്ദ്രനിലിറങ്ങിയത് ഒരു കെട്ടിച്ചമച്ച കഥയാണെന്നും സെപ്റ്റംബർ 11 ആക്രമണങ്ങൾ അമേരിക്കൻ സർക്കാർ തന്നെ ആസൂത്രണം ചെയ്തതാണെന്നുമൊക്കെയുള്ള വാദങ്ങൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ സിദ്ധാന്തങ്ങൾ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുകയും സമൂഹത്തിൽ അവിശ്വാസം വളർത്തുകയും ചെയ്യാറുണ്ട്. ലോകത്തെ നിയന്ത്രിക്കുന്ന ചില സമൂഹങ്ങൾ, ഉദാഹരണത്തിന് ഇല്ലുമിനാറ്റി, ഫ്രീ മേസൺസ് തുടങ്ങിയവ ഉണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം. ഔദ്യോഗിക വിശദീകരണങ്ങളോടുകൂടിയുള്ള അവിശ്വാസവും രഹസ്യ ഉദ്ദേശങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമവും ലളിതമായ വിശദീകരണങ്ങൾക്ക് പകരം സങ്കീർണമായ ഗൂഢാലോചനകൾ, പലപ്പോഴും ഊഹാപോഹങ്ങളോ യാദൃശ്ചികമായ സംഭവങ്ങളോ അവ്യക്തമായ തെളിവുകളോ ആണ് ഇവയ്ക്കൊക്കെ ആധാരം. ശാസ്ത്രീയമായി കോൺസ്പിരസി തിയറികൾ പലപ്പോഴും വ്യാജമോ തെറ്റിദ്ധാരണ പരത്തുന്നവയോ ആണ്. കാരണം അവയ്ക്ക് പലപ്പോഴും പരീക്ഷിക്കാവുന്ന തെളിവുകളോ യുക്തിസഹമായ വിശദീകരണങ്ങളോ ഇല്ല. എന്നാൽ ചില കോൺസ്പിരസി തിയറികൾ ചരിത്രപരമായി ശരിയായിട്ടുണ്ട്. ഉദാഹരണത്തിന്, വാട്ടർഗേറ്റ് സ്കാൻഡൽ. 1970-കളിൽ അമേരിക്കയിൽ നടന്ന ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ് വാട്ടർഗേറ്റ് സ്കാൻഡൽ. 1972-ൽ വാഷിംഗ്ടണിലെ വാട്ടർഗേറ്റ് കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി ഓഫീസിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി ചിലർ ചോർത്തലിനായി കടന്നുകയറിയതോടുകൂടിയാണ് ഈ വിവാദം തുടങ്ങിയത്. ഇവരെ പോലീസ് പിടികൂടുകയും അവരുടെ പക്കൽ നിന്നും ഫോൺ ചോർത്തുവാനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഭരണകൂടത്തിന് നേരിട്ട് പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടുകൂടി അധികാര ദുർവിനിയോഗം, അഴിമതി തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നു. ഒടുവിൽ നിക്സന് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇന്നത്തെ കോൺസ്പിരസി തിയറികളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.